ഒരു പക്ഷിക്ക് പോലും ഈ ജയിലിൽ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു അമേരിക്കൻ ഗവൺമെന്റ് അഭിമാനത്തോടെ പറഞ്ഞിരുന്നത്. പക്ഷേ വെറും സോപ്പും പേപ്പറും സ്പൂണും പെയിന്റും പോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളും തങ്ങളുടെ ബുദ്ധിയും മാത്രം ഉപയോഗിച്ച് 3 കൊടും കുറ്റവാളികൾ ഈ അസാധ്യമായ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയായിരുന്നു. സിനിമയെ വരെ വെല്ലുന്ന ഒരു ജയിൽ ചാട്ടവും പിന്നീട് ആ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സാൻ ഫ്രാൻസിസ്കോ തീരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇതൊരു സാധാരണ ജയിലൊന്നുമല്ലായിരുന്നു. ഈ കുപ്രസിദ്ധമായ ജയിലാണ് അൽക്കട്രാസ് എന്നറിയപ്പെടുന്നത്. സാൻ ഫ്രാൻസിസ്കോ തീരത്ത് നിന്ന് ഏകദേശം 1.2 മൈൽ അകലെ കടലിന് നടുവിലാണ് ഈ ജയിൽ പണിതുയർത്തിയത്. അവിടുത്തെ വെള്ളത്തിൽ വീണാൽ ശരീരം പെട്ടെന്ന് മരവിച്ചു പോകുന്നത്ര കൊടും തണുപ്പാണ്. കൂടാതെ കടലിലെ അടിയൊഴുക്കുകൾ എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലായിരുന്നു. കൂടാതെ തടവുകാരുടെ ഉള്ളിൽ ഭയം കൂട്ടാൻ വേണ്ടി അൽക്കട്രാസിന് ചുറ്റുമുള്ള കടലിൽ വിശന്നു പൊരിയുന്ന സ്രാവുകൾ നീന്തി നടക്കുന്നുണ്ടെന്ന കിംവദന്തികളും അധികാരികൾ പരത്തിയിരുന്നു. അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും കുപ്രസിദ്ധരുമായ കുറ്റവാളികളെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. വമ്പൻ മാഫിയ തലവന്മാർ പോലും ഇവിടെ എത്തിയ ശേഷം കുട്ടികളെ പോലെ കരഞ്ഞു തീർത്ത ദിവസങ്ങളുണ്ട്. ഇവിടുത്തെ ജയിൽ ഗാർഡുകൾ അങ്ങേയറ്റം കർക്കശക്കാരായിരുന്നു. തടവുകാരേക്കാൾ കൂടുതൽ കാവൽക്കാരുണ്ടായിരുന്ന ഈ ജയിലിൽ അവർ ഷിഫ്റ്റുകൾ തിരിഞ്ഞ് 24 മണിക്കൂറും തടവുകാരെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. കട്ടിയുള്ള കോൺക്രീറ്റും കട്ടി കൂടിയ സ്റ്റീലും കൊണ്ടാണ് ജയിൽ ഭിത്തികൾ പണിതിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ തകർക്കുക എന്നത് ഒരു മല തുരക്കുന്നത് പോലെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു തടവുകാരൻ സെല്ലിന് പുറത്ത് കടന്നാൽ തന്നെ കണ്ണിൽ കണ്ടാൽ ഉടൻ വെടിവെക്കാൻ ഉത്തരവുമായി നിൽക്കുന്ന തോക്കേന്തിയ ഗാർഡുകളെയും പടുക്കൂറ്റൻ മതിലുകളും ചാടിക്കടക്കേണ്ടി വരും. ഇനി ആരെങ്കിലും ഗാർഡുകളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടാൽ പോലും ജീവനെടുക്കാൻ കാത്ത് ആ കൊടും കടൽ പുറത്തുണ്ട്. അൽക്കട്രാസിലേക്ക് കാലെടുത്ത് വെക്കുക എന്നാൽ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി മുറിക്കുക എന്നതായിരുന്നു അർത്ഥം. എന്നാൽ ഇവിടെ തടവ് പുള്ളികളായി കൊണ്ടുവന്ന ആ 3 പേർ ആ വിശ്വാസത്തെ എന്നേക്കുമായി തകർക്കാൻ പോവുകയാണെന്ന് ലോകം അറിഞ്ഞിരുന്നില്ല. 1960 ജനുവരിയിൽ ഫ്രാങ്ക് മോറിസ് എന്നയാളെ ഇങ്ങോട്ട് മാറ്റുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ബാങ്ക് കൊള്ള, മോഷണം തുടങ്ങി മറ്റ് പല കുറ്റകൃത്യങ്ങൾക്കും ഒപ്പം മറ്റ് ജയിലുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചതിൻ്റെ നീണ്ട ചരിത്രവുമുള്ള ആളായിരുന്നു അവൻ. ഫ്രാങ്ക് ഒരു സാധാരണ ക്രിമിനൽ ആയിരുന്നില്ല. ആവറേജിന് മുകളിലുള്ള ഉയർന്ന ഐക്യുള്ള കമ്പ്യൂട്ടർ പോലെ ചിന്തിക്കുന്ന തലച്ചോറായിരുന്നു അയാളുടേത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അവൻ വളർന്നു വരുംതോറും പതിയെ ക്രൈം ലോകത്തേക്ക് എത്തിപ്പെടുകയായിരുന്നു. അതേ വർഷം അവസാനവും അടുത്ത വർഷവുമായി ക്ലാരൻസ് ആംഗ്ലിൻ, ജോൺ ആംഗ്ലിൻ എന്നീ മറ്റ് 2 കുറ്റവാളികളായ സഹോദരന്മാരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. തോക്കുചൂണ്ടി ബാങ്ക് കൊള്ളയടിച്ചതായിരുന്നു ഇവരുടെ കുറ്റം. 2 പേരും തോക്കുചൂണ്ടി ബാങ്കുകൾ കൊള്ളയടിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു. കൂടാതെ മറ്റ് ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും ഇവർക്കുണ്ടായിരുന്നു. ഈ സംഘത്തിലെ 4ാമത്തെയാൾ അലൻ വെസ്റ്റ് എന്ന ആളായിരുന്നു. കാർ മോഷണവും വീട് കുത്തി തുറന്നുള്ള മോഷണവുമായിരുന്നു അവൻ്റെ പ്രധാന കുറ്റകൃത്യങ്ങൾ. വിധിയുടെ ഒരു കളി പോലെ ഈ 4 പേരുടെയും സെല്ലുകൾ അൽക്കട്രാസിൽ അടുത്തടുത്തായിട്ടാണ് വന്നത്. ഉച്ചഭക്ഷണ സമയത്തും ജയിൽ മുറ്റത്ത് ഇറങ്ങി നടക്കുന്ന സമയത്തും ഈ 4 പേരും ആംഗ്യങ്ങളിലൂടെയും രഹസ്യ സംസാരങ്ങളിലൂടെയും അവരുടെ രക്ഷപ്പെടൽ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. ശക്തി ഉപയോഗിച്ചോ വലിയ ആയുധങ്ങൾ കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര കിടിലൻ ഒരു പ്ലാൻ തന്നെ വേണമെന്നും ഫ്രാങ്കിന് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഫ്രാങ്ക് മോറിസ് ജയിലിൻ്റെ മുക്കുമൂലകൾ ഓരോന്നായി അരിച്ചുപെറുക്കി നോക്കാൻ തുടങ്ങി. ദിവസേനയുള്ള ജയിൽ ചിട്ടകളും ഗാർഡുകളുടെ ഷിഫ്റ്റുകളും കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതിയും മാസങ്ങളോളം ശ്രദ്ധിച്ച ശേഷം അൽക്കട്രാസ് പണിത എഞ്ചിനീയർമാർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം അവൻ കണ്ടെത്തി. ആളുകൾ വീമ്പിളക്കുന്നത് പോലെ ആ കെട്ടിടം തകർക്കാൻ പറ്റാത്ത ഒന്നുമല്ലെന്ന് ഫ്രാങ്ക് ശ്രദ്ധിച്ചു. കടൽക്കാറ്റിലെ ഉപ്പുരസം കാരണം കോൺക്രീറ്റും ഇരുമ്പ് കമ്പികളും ഉള്ളിൽ നിന്ന് ദ്രവിച്ചു പോയിരുന്നു. ഓരോ സെല്ലിലും കാറ്റും വെളിച്ചവും കിട്ടാൻ ചെറിയൊരു വെന്റിലേഷൻ ഗ്രിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെന്റിലേഷന് ചുറ്റുമുള്ള കോൺക്രീറ്റ് ഈർപ്പം കാരണം നല്ലപോലെ പൊടിഞ്ഞു തുടങ്ങി ണ്ടെന്ന് മോറിസ് മനസ്സിലാക്കി. ഒരു കഷ്ണം കട്ടിയുള്ള മെറ്റൽ ഉപയോഗിച്ച് സ്ഥിരമായി ഉരച്ചാൽ ആ വെന്റിലേഷൻ ഗ്രിൽ തനിയെ ഇളകിപ്പോരുമായിരുന്നു. അപ്പോൾ ഉയർന്ന ചോദ്യം ഇതായിരുന്നു: ഈ സെല്ലുകൾക്ക് പിന്നിൽ എന്താണുള്ളത്? സെല്ലുകൾക്ക് തൊട്ടു പിന്നിൽ കാവൽക്കാരില്ലാത്ത ഒരു യൂട്ടിലിറ്റി കോറിഡോർ ഉണ്ടായിരുന്നു. ഇതൊരു ഇരുണ്ട ഇടുങ്ങിയ ഗുഹ പോലെയായിരുന്നു. കാവൽക്കാരൊന്നും വരാതെ എപ്പോഴും പൂട്ടിയിടുന്ന ഒരിടം. ഒരു തടവുകാരന് ആ ഗ്രിൽ പൊട്ടിച്ച് ഈ ഇടനാഴിയിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അവിടുത്തെ പൈപ്പുകളിലൂടെ വലിഞ്ഞു കയറി നേരെ ജയിലിൻ്റെ മേൽക്കൂരയിലേക്ക് എത്താം.
പ്ലാൻ കേൾക്കാൻ വളരെ എളുപ്പമായി തോന്നും, പക്ഷെ അത് നടപ്പിലാക്കുക നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ കയ്യിൽ ചുറ്റികയോ ഡ്രിൽ മെഷീനോ ഒന്നുമില്ലായിരുന്നു. ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഗാർഡുകൾ ഓടിയെത്തുമെന്നതിനാൽ എല്ലാം അതീവ നിശബ്ദമായി ചെയ്യണമായിരുന്നു. അതിനാൽ തന്നെ കോൺക്രീറ്റ് തുറക്കാൻ അവർക്ക് മൂർച്ചയുള്ള ടൂളുകൾ ആവശ്യമായിരുന്നു. പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ലെന്നും ജയിലിനുള്ളിൽ കാണുന്ന സാധനങ്ങൾ വെച്ച് തങ്ങൾ തന്നെ സ്വന്തമായി ടൂളുകൾ ഉണ്ടാക്കുമെന്നും മോറിസ് കൂട്ടുകാരോട് പറഞ്ഞു. ആദ്യം അവർ മെസ്സിൽ നിന്നും സ്പൂണുകൾ മോഷ്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് സെല്ലിലെ ഭിത്തിയിൽ ഉരച്ച് അതിനെ കത്തി പോലെ മൂർച്ചയുള്ളതാക്കി മാറ്റി. പക്ഷേ കട്ടിയുള്ള കോൺക്രീറ്റ് തുറക്കാൻ സ്പൂണുകൾ മാത്രം പോരായിരുന്നു. അതിനാൽ അവർ മറ്റൊരു കിടിലൻ ഐഡിയ കണ്ടെത്തി. ഉപേക്ഷിച്ച ഒരു വാക്വം ക്ലീനറിൽ നിന്ന് അവർ മോട്ടോർ മോഷ്ടിച്ചെടുത്തു. മൂർച്ച കൂടിയ സ്പൂൺ അതിൽ ഘടിപ്പിച്ച് സ്വന്തമായി ഒരു നാടൻ ഡ്രിൽ മെഷീൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഭിത്തി തുറക്കാനുള്ള ടൂൾ അവരുടെ കയ്യിലായി. പക്ഷേ അടുത്ത പ്രശ്നം വന്നു. മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഗാർഡുകൾ കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിന് പരിഹാരമായി ഫ്രാങ്ക് മറ്റൊരു സൂത്രപ്പണി പ്രയോഗിച്ചു. അൽക്കട്രാസിൽ വൈകുന്നേരങ്ങളിലെ വിനോദ സമയത്ത് തടവുകാർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ വായിക്കാൻ അനുവാദമുണ്ടായിരുന്നു. മോറിസ് ഇത് പൂർണ്ണമായി മുതലെടുത്ത് അക്കോർഡിയൻ എന്ന വലിയ ശബ്ദമുള്ള വാദ്യം വായിക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ മോറിസ് നല്ല ഉച്ചത്തിൽ പാട്ട് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റു കൂട്ടാളികൾ ഭിത്തിയിൽ ഡ്രിൽ ചെയ്തു. തുരക്കുമ്പോൾ വീഴുന്ന പൊടിയും കല്ലും അവർ പോക്കറ്റുകളിൽ ഒളിപ്പിച്ചു വെച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ആരും കാണാതെ തട്ടിക്കളഞ്ഞു. ആഴ്ചകൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം ഒരു അഡൽട്ടായ മനുഷ്യന് ഇഴഞ്ഞു പോകാൻ പാകത്തിലുള്ള വലിയൊരു തുള അവർ ഒടുവിൽ തുറന്നെടുത്തു. തുളയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ദിവസവും നടക്കുന്ന സെൽ പരിശോധനകളിൽ നിന്ന് ഇത് മറച്ചുവെക്കുക എന്നതായിരുന്നു അടുത്ത വലിയ വെല്ലുവിളി. ഗാർഡുകൾ സെല്ലിനുള്ളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ഈ തുളകൾ പെട്ടെന്ന് പിടിക്കപ്പെടും. ഇതിനെ മറികടക്കാൻ അവർ പേപ്പർ കഷ്ണങ്ങളും വെള്ളവും ചാലിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ വെന്റിലേഷൻ ഗ്രില്ലുകൾ ഉണ്ടാക്കി. ജയിലിലെ ആർട്ട് ക്ലാസ്സിൽ നിന്നും അവർ പച്ച പെയിന്റ് മോഷ്ടിച്ച് ഈ വ്യാജ ഗ്രില്ലുകൾ കണ്ടാൽ ഒറിജിനൽ മെറ്റൽ ഗ്രിൽ പോലെയാക്കി മാറ്റി. ഗാർഡുകൾ പരിശോധനയ്ക്ക് വരുമ്പോഴെല്ലാം തടവുകാർ അവരുടെ അഴുക്കു തുണികളോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളോ ഈ ഗ്രില്ലിന് മുന്നിൽ കൊണ്ടുവച്ച് ഗാർഡുകളെ വിജയകരമായി തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ഭിത്തി തുറക്കുന്നത് പ്ലാനിന്റെ ആദ്യപടി മാത്രമാണെന്നും പുറത്ത് കാത്തിരിക്കുന്നത് അപകടം നിറഞ്ഞ കടലാണെന്നും ഇവർക്കറിയാമായിരുന്നു. തണുത്തുറഞ്ഞ ആ വെള്ളത്തിലേക്ക് എടുത്തുചാടി നീന്തുന്നത് ജീവന് തന്നെ ഭീഷണിയായതുകൊണ്ട് ഉൾക്കടൽ കടക്കാൻ അവർക്കൊരു ചങ്ങാടം അത്യാവശ്യമായിരുന്നു. ഇതോടെ അവരുടെ പ്ലാനിന്റെ ഇതിലും അപകടകരമായ അടുത്ത ഘട്ടം ആരംഭിച്ചു. മഴയുള്ള സമയത്ത് തടവുകാർക്ക് കൊടുക്കാറുള്ള റെയിൻകോട്ടുകൾ അവർ ജയിൽ വർക്ക്ഷോപ്പിൽ നിന്നും സ്റ്റോർ റൂമുകളിൽ നിന്നും ഒളിപ്പിച്ചെടുക്കാൻ തുടങ്ങി. റെയിൻകോട്ടുകൾ വെച്ച് ഒരു വലിയ ചങ്ങാടം ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിപരമായ ഒരു പണിയായിരുന്നു. എങ്കിലും അവർ റെയിൻകോട്ടുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് യൂട്ടിലിറ്റി കോറിഡോറിലെ ചൂടുവെള്ള പൈപ്പുകളിൽ നിന്നുള്ള ആവി ഉപയോഗിച്ച് റബ്ബർ വശങ്ങൾ നന്നായി ഉരുക്കി ഒട്ടിച്ചു ചേർത്തു. മാസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം 50ലധികം റെയിൻകോട്ടുകൾ ഉപയോഗിച്ച് 6 അടി വീതിയും 14 അടി നീളവുമുള്ള ഒരു കിടിലൻ ചങ്ങാടവും അതിനൊപ്പം ലൈഫ് ജാക്കറ്റുകളും അവർ ഉണ്ടാക്കിയെടുത്തു. പമ്പില്ലാതെ ചങ്ങാടത്തിൽ കാറ്റടിക്കാൻ വേണ്ടി അവർ ഒരു ചെറിയ സംഗീത ഉപകരണമായ കോൺസെർട്ടീനയെ എയർ ബ്ലോവറാക്കി മാറ്റി. കൂടാതെ മോഷ്ടിച്ച പലക കഷ്ണങ്ങൾ കൊണ്ട് തുഴകളും ഉണ്ടാക്കി തീർത്ത ഈ എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും അവർ സെല്ലുകൾക്ക് പിന്നിലെ ആ രഹസ്യ ഇടനാഴിയിലാണ് സൂക്ഷിച്ചു വച്ചത്. സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി രാത്രി റൗണ്ട്സ് വരുമ്പോൾ സെല്ലിലേക്ക് ടോർച്ചടിച്ചു നോക്കുമ്പോൾ നൈറ്റ് ഗാർഡുകളുടെ കണ്ണ് വെട്ടിക്കുക എന്നതായിരുന്നു അടുത്ത തടസ്സം. ഇതിനെ മറികടക്കാൻ ഫ്രാങ്ക് മോറിസ് ആ ജയിൽ ചാട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ആ ഐഡിയ കൊണ്ടുവന്നു. ടോയ്ലറ്റ് പേപ്പറും സോപ്പും പെയിന്റും കൂട്ടിക്കുഴച്ച് മനുഷ്യന്റെ മുഖത്തിന്റെ നിറമുള്ള വ്യാജ തലകൾ അവർ ഉണ്ടാക്കിയെടുത്തു. ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്ന് അവർ ഒറിജിനൽ മുടി മോഷ്ടിച്ച് ഈ കൃത്രിമ തലകളിൽ ഒട്ടിച്ചു വെച്ചു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ഡമ്മികൾ കണ്ടാൽ ഒറിജിനൽ ആണെന്നേ പറയും. അത് കണ്ട് തടവുകാർ തന്നെ അത്ഭുതപ്പെട്ടുപോയി. രക്ഷപ്പെടുന്ന രാത്രിയിൽ ഈ വ്യാജതലകൾ തലയിണയിൽ വെച്ച് അടിയിൽ കമ്പിളിപ്പുതപ്പുകൾ വെച്ച് ആൾ കിടന്നുറങ്ങുന്നത് പോലെ സെറ്റ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ഇത് അവർക്ക് പിടിവീഴാതെ രക്ഷപ്പെടാൻ ഏകദേശം 9-10 മണിക്കൂർ സമയം നേടിക്കൊടുക്കും. 1962 ജൂൺ 11 അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ ആ സംഭവം അരങ്ങേറി. രാത്രി ഏകദേശം 9:30 അൽക്കട്രാസിലെ ലൈറ്റുകൾ അണയ്ക്കാനുള്ള ലൈറ്റ്സ് ഔട്ട് സൈറൺ മുഴങ്ങി. പുറത്ത് ആർത്തലയ്ക്കുന്ന കടൽ തിരകളുടെ ശബ്ദമൊഴിച്ചാൽ ജയിൽ മുഴുവൻ നിശബ്ദതയിലാണ്ടു. ഫ്രാങ്ക് മോറിസ് തന്റെ വ്യാജ വെന്റിലേഷൻ ഗ്രില്ല് മാറ്റി കൂട്ടുകാർക്ക് സിഗ്നൽ കൊടുത്തു. പ്ലാൻ ചെയ്തതുപോലെ ക്ലാരൻസും ജോണും ആ വ്യാജ തലകൾ തലയിണയിൽ വെച്ചു. അതിനിടയിൽ പുതപ്പുകൾ വെച്ചുറപ്പിച്ചു. തുളയിലൂടെ ഇഴഞ്ഞ് യൂട്ടിലിറ്റി കോറിഡോറിലേക്ക് കടന്നു.
പക്ഷേ അവരുടെ നാലാമത്തെ കൂട്ടാളിയായ അലൻ വെസ്റ്റിനെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. ടെൻഷൻ അടിച്ച മോറിസും സഹോദരന്മാരും അവന്റെ സെല്ലിന്റെ ഭിത്തിയിൽ തട്ടിവിളിച്ചു. തന്റെ ഗ്രിൽ ഒട്ടിക്കാൻ വെസ്റ്റ് ഉപയോഗിച്ച പേസ്റ്റ് വല്ലാതെ ഉറച്ചുപോയെന്നും കൃത്യസമയത്ത് അത് അഴിച്ചു മാറ്റാൻ അവന് കഴിഞ്ഞില്ലെന്നും അവർ അറിഞ്ഞു. ഓരോ സെക്കൻഡും വിലപ്പെട്ടതായതുകൊണ്ട് അലനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ ആ 3 പേരും തീരുമാനമെടുത്തു. സെല്ലിനുള്ളിൽ നിന്ന് കരയാൻ മാത്രമേ അലൻ വെസ്റ്റിന് ആ നിമിഷം കഴിഞ്ഞുള്ളൂ. ആ 3 പേരും പൈപ്പുകളിലൂടെ പിടിച്ച് ഏകദേശം 30 അടിയോളം മുകളിലേക്ക് വലിഞ്ഞു കയറി ജയിലിന്റെ മേൽക്കൂരയിലെത്തി. അവർ പുറത്തേക്ക് വന്നതും കൊടും തണുത്ത കാറ്റും ആർത്തലയ്ക്കുന്ന തിരമാലകളും അവരെ എതിരേറ്റു. റൂഫിലെത്തിയതോടെ പകുതി ദൗത്യം കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നങ്ങോട്ട് അപകടം 10 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു. ചുറ്റും സായുധരായ കാവൽക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാച്ച് ടവറുകളിൽ നിന്നുള്ള സെർച്ച് ലൈറ്റുകൾ എപ്പോഴും വട്ടം കറങ്ങി തെളിയുന്നുണ്ടായിരുന്നു. ആരും കാണാതിരിക്കാൻ നിലത്തുകൂടി ഇഴഞ്ഞ് അവർ റൂഫ് മുറിച്ചു കടന്നു. കാറ്റൊഴിഞ്ഞ ആ ചെങ്ങാടവും ചുമന്നുകൊണ്ട് 50 അടി ഉയരമുള്ള ഒരു പുറം പൈപ്പിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. നിലത്തെത്തിയ അവർ അവരുടെ ആ മാറ്റിയെടുത്ത പമ്പ് ഉപയോഗിച്ച് ചെങ്ങാടത്തിൽ കാറ്റടിച്ചു. അതിൽ കയറി ഇരുണ്ട ഉൾക്കടലിലേക്ക് അവർ തുഴഞ്ഞു നീങ്ങി. അതേസമയം എല്ലാവരും സുഖമായി ഉറങ്ങുകയാണെന്ന് കരുതി ഗാർഡുകൾ ഇതൊന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലിന്റെ സൽപ്പേര് ആ കടലിൽ അലിഞ്ഞുപോയ കാര്യം അവർ സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല. ജൂൺ 12 രാവിലെ തടവുകാരെ എണ്ണാൻ വന്നപ്പോൾ ഗാർഡുകൾ അവരുടെ പതിവ് റൗണ്ട്സ് തുടങ്ങി. ഒരു ഗാർഡ് മോറിസിന്റെ സെല്ലിന് മുന്നിലെത്തിയപ്പോൾ മോറിസ് ഇപ്പോഴും ബെഡിൽ കിടന്നുറങ്ങുന്നത് കണ്ടു. ഗാർഡ് പലതവണ വിളിച്ചു നോക്കി, പക്ഷേ ഒരു പ്രതികരണവുമില്ല. പുതപ്പ് മൂടിയ നിലയിൽ അവന്റെ തലയുടെ പിൻഭാഗം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ദേഷ്യം വന്ന ഗാർഡ് ഉള്ളിലേക്ക് കയറി മോറിസിന്റെ തലയിൽ ചെറുതായൊന്ന് തട്ടി. അടുത്ത നിമിഷം ആ വ്യാജതല തലയിണയിൽ നിന്ന് നിലത്തേക്ക് ഉരുണ്ടു വീണു. ഗാർഡിന്റെ കയ്യിൽ കുറച്ച് മുടിനാരുകൾ മാത്രം ബാക്കിയായി. പേടിച്ചരണ്ടുപോയ ആ ഗാർഡ് വിസിലൂതി. അതോടെ അൽക്കട്രാസ് മുഴുവൻ എമർജൻസി സൈറൺ മുഴങ്ങി. ഗാർഡുകൾ ആംഗ്ലിൻ സഹോദരന്മാരുടെ സെല്ലിലേക്ക് ഓടിയെത്തിയപ്പോഴും കണ്ടത് ഇതുപോലെയുള്ള കൃത്രിമ തലകളായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ആ ഏരിയ പരിശോധിച്ചു. ആ ഒളിപ്പിച്ച തുരങ്കങ്ങൾ കണ്ടെത്തി. രക്ഷപ്പെടാൻ കഴിയാതെ പോയ അലൻ വെസ്റ്റിൽ നിന്നും അവർ മുഴുവൻ പ്ലാനും ചോദിച്ചറിഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യവേട്ടയ്ക്ക് തുടക്കമായി. FBI-യും കോസ്റ്റ് ഗാർഡും 100 കണക്കിന് പോലീസുകാരും ആ ഉൾക്കടൽ പ്രദേശം മുഴുവൻ അരിച്ചുപെറുക്കി. അൽക്കട്രാസിൽ നിന്ന് 3 തടവുകാർ രക്ഷപ്പെട്ടു എന്ന വലിയ തലക്കെട്ട് രാജ്യം മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞു. പക്ഷേ ആ വലിയ ഉൾക്കടലിൽ എവിടെയും അവരുടെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോകം മുഴുവൻ ബാക്കിയായത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്: ആ 3 പേർ ശരിക്കും ജീവനോടെ രക്ഷപ്പെട്ടോ? ചുറ്റും ഘോരമായ ഇരുട്ടും തണുത്ത കാറ്റും ആർത്തലയ്ക്കുന്ന തിരമാലകളിൽ ഒരു പേപ്പർ തോണി പോലെ ആടിയുലയുന്ന ആ റെയിൻകോട്ട് ചങ്ങാടവും. രക്ഷപ്പെടാൻ അവരുടെ മുന്നിൽ കുറച്ച് വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ അടിയൊഴുക്കിൽപ്പെട്ട് ഹോസ്റ്റു ബേയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഏഞ്ചൽ ഐലൻഡിൽ കരപറ്റണം. തണുത്തുറഞ്ഞ ആ വെള്ളത്തിൽ നിന്ന് ആ ആളുകളെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഒടുവിൽ FBI വിധിയെഴുതി. അവർ മുങ്ങിമരിച്ചുവെന്ന് അനുമാനിച്ച് 1979 ആ കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. എന്നിരുന്നാലും സ്പൂൺ വെച്ച് കട്ടിയുള്ള കോൺക്രീറ്റ് തുറക്കാൻ കഴിവുള്ള ആളുകൾക്ക് നീന്തി സുരക്ഷിതമായി കരപറ്റാനും കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ അന്വേഷണ സംഘങ്ങൾ തീരപ്രദേശങ്ങൾ മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒരു മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് റെയിൻകോട്ടിന്റെ ചില കഷ്ണങ്ങളും ആംഗ്ലിൻ സഹോദരന്മാരുടെ ഒരു സ്വകാര്യ വസ്തുവും കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടെത്തി. അവർ മരിച്ചതിന്റെ തെളിവായി FBI ഇത് ചൂണ്ടിക്കാണിച്ചെങ്കിലും മാർഷൽ സർവീസ് ഈ കേസ് ഇന്ന് വരെ ക്ലോസ് ചെയ്യാതെ അന്വേഷണം തുടരുകയാണ്. അവർ ശരിക്കും മുങ്ങി മരിച്ചതാണെങ്കിൽ അവരുടെ ശരീരങ്ങൾ എവിടെ പോയി? ഈ സംഭവം നടന്ന് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ അൽക്കട്രാസ് ജയിൽ എന്നേക്കുമായി പൂട്ടി. ഇന്ന് അൽക്കട്രാസ് ഒരു നാഷണൽ പാർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ സെല്ലുകൾ കാണാൻ വേണ്ടി മാത്രം ഓരോ വർഷവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് എത്തുന്നത്. രക്ഷപ്പെടാൻ കഴിയാതെ സെല്ലിൽ ബാക്കിയായ അലൻ വെസ്റ്റിനെ പിന്നീട് അൽക്കട്രാസ് ജയിൽ പൂട്ടിയപ്പോൾ മറ്റ് ഫെഡറൽ ജയിലുകളിലേക്ക് മാറ്റി. കുറച്ചു കാലത്തിന് ശേഷം ജയിൽ മോചിതനായെങ്കിലും അവൻ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തന്നെ തിരിയുകയായിരുന്നു. പിന്നീട് ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ഫ്ലോറിഡയിലെ ജയിലിലായി. ഒടുവിൽ 1978 ഡിസംബറിൽ കഠിനമായ വയറുവേദനയും അണുബാധയും കാരണം ജയിൽ ആശുപത്രിയിൽ വെച്ച് അയാൾ മരണപ്പെട്ടു. അപ്പോൾ അയാൾക്ക് 49 വയസ്സായിരുന്നു പ്രായം. ഏതായാലും ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അവർ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ട് കാണുമോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.